നമസ്കാരം. പെരുമ്പാവൂർ മുൻ എം.എൽ.എയും കോൺഗ്രസ് നേതാവുമായ എൽദോസ് കുന്നപ്പള്ളി പ്രതിയായ ബലാത്സംഗ കേസിൽ പരാതിക്കാരിയായ അതിജീവിത വിചാരണയ്ക്കിടെ കോടതിയിൽ മൊഴി മാറ്റി പറഞ്ഞു. എൽദോസ് കുന്നപ്പള്ളി തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടില്ലെന്നും എം.എൽ.എയുടെ സുഹൃത്തുക്കൾ തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നുമാണ് നെയ്യാറ്റിൻകര കോടതിയിൽ നടന്ന വിചാരണയ്ക്കിടെ യുവതി ഇപ്പോൾ വ്യക്തമാക്കിയത്. മൊഴി നൽകുന്നതിനിടെ പരാതിക്കാരിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. പരാതിക്കാരി ഉൾപ്പെടെ 4 സാക്ഷികളാണ് കേസിൽ കൂറുമാറിയത്. വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ച കേസിൽ അതിജീവിതയുടെ ഈ മൊഴിമാറ്റം നിർണായക തിരിവായി മാറിയിരിക്കുകയാണ്. കേസിന്റെ തുടർ നടപടികൾ കോടതി നാളെ വീണ്ടും പരിഗണിക്കും. ബലാത്സംഗ കേസിൽ നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയിൽ തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ച് 2024 മെയ് മാസത്തിലാണ് കുറ്റപത്രം നൽകിയത്. ബലാത്സംഗം, വധശ്രമം അടക്കമുള്ള ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിയായിരുന്നു കുറ്റപത്രം സമർപ്പിച്ചത്. വർഷങ്ങളായി തനിക്കൊപ്പമുണ്ടായിരുന്ന സൗഹൃദം മുതലെടുത്ത് തിരുവനന്തപുരത്ത് താമസിക്കുന്ന എറണാകുളം പറവൂർ സ്വദേശിയായ യുവതിയെ പല സ്ഥലങ്ങളിലായി 3 തവണ എൽദോസ് കുന്നപ്പള്ളി ബലാത്സംഗം ചെയ്തുവെന്നായിരുന്നു ജില്ലാ ക്രൈംബ്രാഞ്ച് നെയ്യാറ്റിൻകര കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയിരുന്നത്. ഈ പീഡന വിവരം പുറത്തു പറയുമെന്ന് ഭീഷണിപ്പെടുത്തിയതിന്റെ പേരിൽ ബലം പ്രയോഗിച്ച് കോവളത്തെ കുന്നിൻ മുകളിൽ എത്തിച്ച് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചതായും കുറ്റപത്രത്തിൽ ആരോപിച്ചിരുന്നു. കേസിൽ എൽദോസിന്റെ 2 സുഹൃത്തുക്കളും പ്രതിപട്ടികയിലുണ്ട്. 2022 ജൂലൈക്കും സെപ്റ്റംബറിനും ഇടയിലായിരുന്നു കേസിനാസ്പദമായ സംഭവങ്ങൾ നടന്നതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ആദ്യം വിഴിഞ്ഞം അടിമലത്തുറയിലെ റിസോർട്ടിൽ വെച്ചും തുടർന്ന് എറണാകുളം തൃക്കാക്കരയിലെയും കുന്നത്തുനാട്ടിലെയും വീടുകളിൽ വെച്ചും ബലാത്സംഗം നടന്നതായും ഇതേ തുടർന്നാണ് വധശ്രമം ഉണ്ടായതെന്നുമായിരുന്നു മുൻപ് പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. 2022 സെപ്റ്റംബർ 14 കോവളത്ത് പൊതുസ്ഥലത്ത് വെച്ച് എം.എൽ.എയും യുവതിയും തമ്മിൽ തർക്കങ്ങളുണ്ടായതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. 2 ആഴ്ചയ്ക്ക് ശേഷം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് യുവതി പോലീസിൽ പരാതി നൽകിയതോടെയാണ് വിഷയം കേരള രാഷ്ട്രീയത്തിൽ വലിയ വിവാദ കൊടുങ്കാറ്റായി മാറിയത്. എൽദോസ് കുന്നപ്പള്ളി മദ്യപിച്ചെത്തി തന്റെ വീട്ടിൽ വെച്ച് ഉപദ്രവിച്ചെന്നും പിന്നീട് കാറിൽ ബലമായി കയറ്റി കോവളത്തേക്ക് കൊണ്ടുപോയി കുന്നിൻ മുകളിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചെന്നുമായിരുന്നു യുവതിയുടെ ആദ്യ പരാതി. കൂടാതെ വിവാഹ വാഗ്ദാനം നൽകി പലതവണ പീഡിപ്പിച്ചതായും യുവതി അന്ന് മൊഴി നൽകിയിരുന്നു. കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ എൽദോസ് കുന്നപ്പള്ളിക്ക് പിന്നീട് കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിച്ചതിനാലാണ് അന്ന് അറസ്റ്റ് ഒഴിവായത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ കേസ് കോടതിയിൽ വിചാരണയ്ക്ക് എത്തിയപ്പോൾ എൽദോസ് തന്നെ പീഡിപ്പിച്ചിട്ടില്ലെന്ന് കാണിച്ച് പരാതിക്കാരി പൂർണ്ണമായും മൊഴി മാറ്റിയിരിക്കുന്നത്.